ഇവിടെ തിന്മയെക്കുറിച്ച് കർത്താവ് പറയുന്നതിന് മുമ്പേ തൻ്റെ മനുഷ്യർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവരെന്നോട് കലഹിച്ചു. എന്നിട്ട് ഒരു മൃഗത്തെ എടുത്ത് ഉപമിക്കുകയാണ്. കാള തൻ്റെ യജമാനനെ അറിയുന്നു. കഴുത, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയില്ലാത്ത കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയുന്നു. എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേൽ എന്നെ അറിയുന്നില്ല. അവരെന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. അവരെന്നോട് മത്സരിച്ചു. ഓ തിന്മ നിറഞ്ഞ രാജ്യം എന്നാണ് പറയുന്നത്. ഇവിടെ തിന്മ എന്ന് പറയുന്നത് മറ്റൊരു പാപങ്ങളുടെയും കാര്യം പറയുന്നില്ല. ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. മൃഗമായ കാള അതിൻ്റെ യജമാനെ അറിയുന്നുണ്ടെങ്കിലും, മൃഗങ്ങളിലെ ഏറ്റവും ബുദ്ധിയില്ലാത്ത കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയുന്നുണ്ടെങ്കിലും, എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ ഛായയിലും ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. അവരിൽ നിന്നും അകന്നുപോയി. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടുന്ന് വീണ്ടും പറയുന്നു, ഞാൻ രഹസ്യത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ നോക്കി കരയുകയാണ്. ദൈവപിതാവ് മനുഷ്യനെ നോക്കി കരയുന്നു എന്ന് പറയുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ അറിവില്ലാത്ത ഈ അവസ്ഥ, അതിൻ്റെ ഗൗരവം ഇന്ന് അനേകം വ്യക്തികൾക്ക് അറിഞ്ഞുകൂടാ. ഈ അറിവില്ലാത്ത അവസ്ഥ നമ്മളെ നിത്യമായ നാശത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവം പറയുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, എന്താണ് നിത്യജീവനെന്ന്. നിത്യജീവൻ, സ്വർഗരാജ്യം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. എന്താണ് നിത്യജീവൻ എന്ന് ഈ വചനത്തിൽ പറയുന്നുണ്ട്. യേശു പറഞ്ഞു, സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയുക, അറിയുക. റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. കേൾക്കണേ, ദൈവത്തിൻ്റെ വചനമാണ്, വായിച്ചു നോക്കിക്കൊള്ളുക. റോമ 8:1 പറയുന്നു, ആകയാൽ ഇപ്പോൾ ഈ സമയത്ത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത്, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞാൽ, അത് അത്രമാത്രം യേശുവിനെ അറിഞ്ഞ് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് അവൻ്റെ വചനത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുക. അങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ദൈവം മനുഷ്യരെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ, ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ, അവർ ജീവന്റെ വൃക്ഷമായ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നപ്പോൾ അവർ പാപം ചെയ്തിട്ടില്ലായിരുന്നു. പാപം കടന്നു വന്നത് ജീവന്റെ വൃക്ഷം ഉപേക്ഷിച്ചിട്ട് പിശാച് പറഞ്ഞു കൊടുത്ത നന്മതിന്മകളെക്കുറിച്ച് വിവേചിച്ചറിയാവുന്ന വൃക്ഷത്തിലേക്ക് കടന്നുപോയപ്പോഴാണ് പാപം കടന്നു വന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ സന്തതികളാണ് നമ്മളെല്ലാവരും. നമ്മൾ ജന്മനാലേ നമ്മുടെ മാതാപിതാക്കന്മാരിൽ നമ്മൾ ജനിച്ചപ്പോഴേ നമ്മൾ ജീവന്റെ വൃക്ഷമാകുന്ന യേശുവിൽ നിന്ന് അകറ്റപ്പെട്ടു പോയവരാ. നമ്മളൊക്കെ വിവിധ മതങ്ങളിലോ വിവിധ സഭകളിലോ ഒക്കെ നമ്മൾ ജനിച്ചവരാണ്. നമ്മൾ ക്രിസ്തു മതത്തിൽ ജനിച്ചവരാണ്. എന്നാൽ ക്രിസ്തു മതവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം പുലർത്തുന്നതാണ്. ക്രിസ്തു മതത്തിൽ ആചാരങ്ങൾ മതി, അനുഷ്ഠാനങ്ങൾ മതി, പാരമ്പര്യങ്ങൾ മതി, മനുഷ്യൻ കണ്ടുപിടിച്ച പ്രാർത്ഥനകൾ മതി, പ്രാർത്ഥനാ രീതികൾ മതി. പക്ഷേ ഇവിടെ യേശു പറയുന്നത്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ്. അവർ ദൈവവചനത്തിൽ ജീവിക്കുന്നവരാണ്. അവർ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നവരാണ്. അവർക്ക് ശിക്ഷാവിധി ഇല്ലാത്തവരാണ്. അവർ ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടവരാണ്. അവർ ഇപ്പോൾ തന്നെ നിത്യജീവനിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. അവർ യേശുവിൻ്റെ മൗതിക ശരീരമാണ്. അവർ യേശു തന്നെയാണ്. അവർ യേശുവിൻ്റെ അംബാസഡർമാരാണ്. അവർ യേശുവിൻ്റെ പ്രതിനിധികളാണ്. അവർ ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. അവരിലേക്ക് ദൈവം യേശുവിൻ്റെ തന്നെ അധികാരവും യേശുവിന് തന്നെ ശക്തിയും കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രസംഗങ്ങൾ യഹൂദ മതത്തിലുള്ള ഫരിസേയന്മാർക്കും പുരോഹിതന്മാർക്കും മനസ്സിലാകാഞ്ഞത്, അവർ ജീവിച്ചത് ഭൗതികമായ ഒരു ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത
ഒരു ജനസമൂഹം. കാരണം ജീവൻ്റെ വൃക്ഷം, ആത്മാവിന് ജീവൻ നൽകുന്ന ജീവൻ്റെ വൃക്ഷം, ജീവദാതാവായി മാറി എന്ന് പറയപ്പെടുന്ന യേശുക്രിസ്തു തന്നെയായ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നും അകറ്റപ്പെട്ടു പോയ മനുഷ്യൻ ക്രിസ്തു മതത്തിലൂടെ, ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, പാരമ്പര്യങ്ങളിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ദൈവവചനം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ നിത്യമായ നാശമാണെന്ന് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നു. നിന്റെ രക്ഷ സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് എന്ന് യേശു പറയുന്നു. ഈ അറിയണമെങ്കിൽ നമ്മൾ വീണ്ടും ജനിക്കണം. ഇതുകൊണ്ടാണ് നിങ്ങൾ കുറേ പുറകോട്ട് ഉള്ള എൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല മതഭക്തനായിരുന്ന, നല്ല മനുഷ്യനായിരുന്ന നിക്കോദേമൂസ് കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഫരിസേയന്മാരെ എല്ലാം പ്രതിദാനം ചെയ്തുകൊണ്ട്, ഫരിസേയിൽ ഒരു പ്രമാണി, ഹി വാസ് എ റൂളർ ഓഫ് ദ ഫാരിസീസ്, അദ്ദേഹം പറഞ്ഞു, ഗുരു, നീ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് വരുന്നവനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. യേശു അവനെ നോക്കി അവനെക്കുറിച്ച് സന്തോഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് യേശു അവൻ്റെ മുഖത്ത് നോക്കി, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നിക്കോദേമൂസേ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണുക പോലും ഇല്ല എന്ന് പറയാൻ കാര്യം യേശുവിനറിയാം ഇയാൾ നല്ല മനുഷ്യനാണ്. മോശ താൻ യേശുക്രിസ്തുവാകുന്ന സത്യദൈവം തന്നെ മോശയിലൂടെ കൊടുത്ത എല്ലാ പ്രമാണങ്ങളും പാലിക്കുന്ന ആത്മാർത്ഥതയുള്ള നല്ല മനുഷ്യനാണെന്ന് യേശുവിനറിയാം. പക്ഷേ യേശുവിന് അവൻ്റെ പ്രശ്നം അറിയാം. അവൻ്റെ ഈ മതപരമായ ജീവിതം, അവൻ്റെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ അവൻ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ പ്രശ്നം അവൻ്റെ ആത്മാവ് മരിച്ചു കിടക്കുക. അവൻ ശരീരത്തിൽ കൂടി പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ആത്മാവിൽ ജീവിക്കണം, നീ വീണ്ടും ജനിക്കണം. ആത്മാവിനാലും ജലത്താലും നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതുവരെ നിനക്ക് ബൈബിൾ പണ്ഡിതനാകാം, നിനക്ക് വലിയ മതത്തിൻ്റെതായ തീഷ്ണത കാണാം, നീ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം, ഒരുപാട് ഉപവസിക്കുന്ന ആളായിരിക്കാം, ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന ആളായിരിക്കാം. നിന്റെ പ്രശ്നം, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം വായിച്ചു നോക്കിയാൽ മനുഷ്യൻ്റെ പ്രശ്നം അവൻ പാപങ്ങൾ ചെയ്യുന്നു കൂട്ടുന്നതിനേക്കാൾ വലിയ പ്രശ്നം അവൻ വീണ്ടും ജനിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയല്ല ഈ ഫരിസേയന്മാരോട് യേശു പറഞ്ഞത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെക്കാളും മുമ്പ് ഈ ചുങ്കക്കാരും വ്യഭിചാരികളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന്. എന്ന് പറയുമ്പോൾ പാപം ചെയ്തു കൂട്ടുവാനുള്ള ലൈസൻസ് ആയിട്ടല്ല പറഞ്ഞത്. അന്നത്തെ ഫരിസേയന്മാരുടെ ചിന്തയിൽ അവർ ഇങ്ങനെയുള്ള പാപം ചെയ്യുന്നവർക്ക് അവരെ കണ്ടം ചെയ്ത് ഇവരൊക്കെ നീതിമാന്മാരാണെന്ന് വിചാരിച്ചിരുന്നവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകാത്തതിനേക്കാൾ വലിയ പാപമാണ് നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ജനിക്കണം.